അമൃത ഹോട്ടലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞ കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് ഹോട്ടലുകളിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും പ്രസാദനം കാണുമ്പം എന്താണ് അത് തുറക്കാത്തത്, നിങ്ങളൊന്ന് തുറക്കണേ എന്ന് പറയും. കാര്യം താമസം മാത്രമല്ല, ഭക്ഷണവും ഇവിടുത്തെ ആ ചില്ലി ചിക്കനും ബട്ടൂറയും കരാമൽ കസ്റ്റേർഡ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയും ഒരു ഹൃദയം അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പെട്ടെന്നിങ്ങനെ സുരേഷ് കയറി വന്നപ്പോൾ സുരേഷിൻ്റെ ഒരു കാര്യമാണ് ഈ ജഗതി ചേട്ടനുമായിട്ടുള്ള അടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കേട്ടത്. അപ്പോൾ അതിനകത്തൊരു അനുബന്ധം കൂടി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര തിരുവനന്തപുരം മുഴുക്ക സിനിമാക്കാരുടെ ഇടയിൽ സംസാരമാണ്, ജഗതി ചേട്ടനെ അടിക്കാനുള്ള പ്ലാനാണ് സുരേഷിന്. അപ്പം ഞാൻ ജഗതി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്ന് മാറി നിൽക്കാം, നമുക്ക് അയാളുടെ മുമ്പിലോട്ട് പോകണ്ട, അയാളുടെ സ്വഭാവം അറിയാമല്ലോ. പറഞ്ഞതാണ്. ആദ്യം ആര് വന്ന് പറയുന്നു അവരുടെ കൂടെയാണ്, പാകിസ്ഥാൻകാർ വന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ. രണ്ടാമത് വരുന്ന ആരെയും പുള്ളിക്ക് നോട്ടമില്ല. ഫസ്റ്റ് ആര് പറയുന്നു അപ്പം അത് എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചാണെന്ന് പറഞ്ഞു. ജഗതി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആണുങ്ങൾക്ക് മരണം ഒരിക്കലേ ഉള്ളൂ, അടിക്കുന്നേ അടിക്കട്ടെ. കാണാൻ ഞാനും തിരുവനന്തപുരത്ത് തന്നെ ജനിച്ച് വളർന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയും വലിയ ധൈര്യശാലിയാണല്ലോ, ഞാനതേ മാറിക്കളഞ്ഞേനെ. അന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് കണ്ടവൻ പറഞ്ഞു, അടിച്ചു. ഒരു അത്ഭുത മനുഷ്യനാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ജഗതി എൻ കെ ആചാര്യയെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പപ്പ അടിച്ചു കേട്ടോ, എന്നെ അടിച്ചു. തീർന്നു. അത് അത്രയേ ഉള്ളൂ, 1 മിനിറ്റ് തീർന്നു.